പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് ജൂലൈ 2 ബുധനാഴ്ച. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ഉടമാക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ മക്കളെ ആശ്വസിച്ച് പ്രാർത്ഥിക്കും. ഇപ്പോൾ നീ എൻ്റെ മനസ്സിൽ തോന്നിക്കണത് വിവാഹത്തിന് വേണ്ടി മനസ്സമ്മതം നടത്താൻ പോകുന്നവരും അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ ആലോചനകൾക്ക് വേണ്ടി മക്കളുടെ ജീവിത പങ്കാളികൾക്ക് വേണ്ടി ഉഴറി നടക്കുന്നവരും അവരുടെ ഒരു പരിശ്രമങ്ങളെ അവർക്ക് എബ്രാഹത്തിൻ്റെ മകനെ അനിയുക്തയായ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ വേണ്ടി നീ ഭൃത്യനെ അയച്ചതുപോലെ കർത്താവെ, ജീവിത പങ്കാളി അന്വേഷിക്കുന്നവർക്ക് യഥാകാലങ്ങളെ കണ്ടെത്താൻ വേണ്ടി എന്നെ കണ്ടെത്താൻ നീ ഇടയാക്കുമെന്ന് പറഞ്ഞതുപോലെ കർത്താവെ,
ദൈവത്തെ കണ്ടെത്തുന്ന പോലെ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ അന്വേഷിക്കുകയും കണ്ടെത്തുമെന്നാണ് നീ പറഞ്ഞല്ലേ കർത്താവ്. അവർക്കെല്ലാം കണ്ടെത്തേണ്ട ആശീർവാദം നൽകണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി ആരെല്ലാം പേടിക്കുന്നുണ്ടെങ്കിൽ ഈശോയെ അവരെ നീ ബ്ലോക്ക് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങനെ വിശ്വസിക്കുന്നവർ ഒരു മനുഷ്യനെയും പേടിക്കരുത് ഈശോയെ. ആ രീതിയിൽ അവർക്ക് ആത്മവിശ്വാസവും ആന്തരിക ശക്തിയും നൽകണം പ്രാർത്ഥിക്കുന്ന ഈശോയെ. ഓരോരോ കാര്യങ്ങൾക്ക് വീട് വെക്കാൻ പോകുന്നവർ, സ്ഥലം വാങ്ങാൻ പോകുന്നവർ, പെണ്ണ് കാണാൻ പോകുന്നവർ, പുരുഷൻ്റെ കെട്ടാനുള്ള മകളെ കെട്ടാനുള്ള ചെറുക്കൻ്റെ വീട്ടിൽ പോകുന്നവർ, അവിടെയൊക്കെ സംസാരങ്ങളിലൊക്കെ പലപ്പോഴും പെശകി വരികയും നല്ലത് നഷ്ടപ്പെടുകയും അവനെ പിശാചികയിൽ പ്രവർത്തിക്കുകയും സാത്താനെ അവസരം കൊടുക്കുകയും സ്വന്തം കോയ്മകൾ പറയുകയും അതിൻ്റെ പേരിൽ തല്ലിപ്പിരികയും ഇങ്ങനെ ഉണ്ടാകുന്ന പിശാചിൻ്റെ അവസരങ്ങളെല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ അന്നു വേണ്ട ആഹാരത്തിനായി നിൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും കർത്താവിനെ ആശീർവദിക്കട്ടെ. നീ ആശ്രയം വെച്ചിരിക്കുന്നവർ അതിൽ നിന്ന് സ്കിപ്പായി പോകാതിരിക്കാൻ വേണ്ടി യേശുക്രിസ്തു നാമത്തെ ഞാൻ ബന്ധിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch with the fire finger, suck with the precious blood. The authority of the Catholic Church with the power of Jesus Christ, with the merits of the Holy Priesthood, I bless and honor you. കർത്താവിൻ്റെ പ്രവർത്തികൾ നമ്മളെപ്പോഴും അറിയാം. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നല്ല നമ്മുടെ ഉടമ്പടിയുടെ മുഖ്യ ധാര. അതാണ് ഫോർമുല എന്ന് പറയുന്നത്, സൂത്രവാക്യം. നിൻ്റെ കഴിവല്ല കർത്താവിൻ്റെ കൃപയെന്ന്. പക്ഷേ ഇത് മുഴുവനും ബൈബിൾ മുഴുവനും ഇങ്ങനെ സ്പൈനൽ കോഡ് പോലെ കിടപ്പുണ്ട്. നട്ടിൻ്റെ അകത്ത് സ്പൈനൽ കോഡ് വന്ന പോലെ തന്നെയാണ് ഇത് കിടക്കുന്നത്. നോട്ടിൻ്റെ അകത്തുള്ള വാട്ടർമാർക്ക് പോലെ ഇത് ജലമുദ്ര പോലെ കിടപ്പുണ്ട്. എന്താണ്? കർത്താവിനെ കൂടി കക്ഷി ചേർക്കണമെന്ന്. അതെന്താണ്? പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞാലും കർത്താവിൻ്റെ പ്രവൃത്തി മൂലം നിന്നെ വീണ്ടെടുക്കാൻ കഴിയും. അപ്പോൾ എന്താ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം അറിയാമോ? ഈ ബൈബിൾ മൊത്തം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ രീതിയിലാണ്. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ. സങ്കീർത്തനം 118:22 എടുത്തേ. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണെന്ന് മനസ്സിലായില്ലേ? അപ്പം ഇതിപ്പോൾ പറയാൻ കാര്യം എന്താണെന്നറിയാമോ? ഈ പണിക്കാർ ചിലപ്പോൾ ചില ആൾക്കാർ ഈ നമ്മുടെ യോഗ്യത നമുക്ക് അയോഗ്യതയുള്ളത് കാരണം ഇപ്പം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അല്ലേ ഉടമ്പടിയുടെ ആപ്തവാക്യം. നിൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ കൃപ കൊണ്ടെന്ന്. അപ്പോൾ ഈ പണിക്കാരെന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ ബന്ധുക്കളാകാം, നമ്മളെ സഹായികളാകാം, നമ്മളെ സഹായിക്കുമെന്ന് നമ്മൾ ധരിക്കുന്നവരാകാം, നമ്മളോട് സഹായിക്കാൻ ബാധ്യതയുള്ളവരാകാം. അപ്പം ചില സമയത്ത് നമ്മൾ റിജക്റ്റ് ചെയ്യുന്ന കോളേജിൽ അഡ്മിഷനാകാം, ജോലി ഇൻ്റർവ്യൂവിന് പോകുന്ന പരാജയപ്പെടുന്ന അവസ്ഥയാകാം. പണിക്കാർ മുഴുവനും നമ്മുടെ ചുറ്റും പണിക്കാരാണ്. നമുക്ക് പണി വെക്കുന്നവരും നമ്മളെ തള്ളിക്കളയുന്നവരും എല്ലാം ബൈബിളിലെ പണിക്കാരാണ്. അപ്പോൾ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം തീർന്നില്ല. മനസ്സിലായില്ലേ? അത് പണിക്കാർ മൊത്തം പണിക്കാരാണല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടേക്ക് നമുക്കൊരു തട്ട് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് നീ പോയി ആത്മഹത്യ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, നീ ജീവിതത്തിൽ എല്ലാവരും ഇങ്ങനെയാണ് ധരിക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്താണ്? പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ല എന്ന്. അതെന്താണ്? അത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, കർത്താവിൻ്റെ അത് വായിച്ച് ഇത് കർത്താവിൻ്റെ പ്രവൃത്തി. അതാണ് കാര്യം. എന്താണ്? പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലാകണത് എന്തുകൊണ്ടാണ്? അത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. അതാണ് ഇത് കർത്താവിൻ്റെ പ്രവൃത്തി. എൻ്റെ ദൈവപൈതലേ, എവിടെയെങ്കിലും നിനക്കൊരു തട്ടുകേടുണ്ടായാൽ അതിൻ്റെ അർത്ഥം ഇനി നീ മനുഷ്യരിലോ പൊന്നിലോ പാട്ടിലോ പറമ്പിലോ ഒന്നും ആശ്രയിക്കേണ്ട, കർത്താവിൽ തന്നെ ആശ്രയിക്കണം. എന്താണ്? നിൻ്റെ ഫോർമാറ്റ് ടോട്ടൽ ചേഞ്ച് ചെയ്ത് നീ ദൈവത്തിനെ അറിയാനും ദൈവത്തിനെ കൊണ്ട് ജീവിതം പുനഃക്രമീകരിക്കാൻ വേണ്ടിയാണ് ഈ തട്ടുകേടൊക്കെ ഉണ്ടാകുന്നത്. അല്ല നീ ഞാൻ ഇത്രയും കഴിവുകൊണ്ടായിരുന്നു, ഞാൻ ഇത്രയും പഠിച്ചു, ഞാൻ ഇത്രയും എന്നേക്കാൾ കഴിവ് കുറഞ്ഞവർ കയറിപ്പോയി, ഇങ്ങനെ കുറേ ഇങ്ങനെ ഈ കഴുത പാട്ട് പാടുന്ന പോലെ പാട്ട് നടക്കേണ്ട ഒരു കാര്യമില്ല. മറിച്ച് എന്താ സംഭവിച്ചാൽ നീ പൂർണ്ണമായി ദൈവത്തിൻ്റെ കൈകളിലേക്ക് വരാൻ പോകുന്നു.
ദൈവം എന്നെ ഏറ്റെടുക്കാൻ പോകുന്നു. അതുകൊണ്ടാണ് ഈ പണിക്കാരെ കൊണ്ട് ഉപേക്ഷിപ്പിക്കണത്. ഉപേക്ഷിച്ച് കളഞ്ഞതല്ലേ, അവരോട് ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ടാണ് അവർ എന്താണ്, നീ ദൈവവേദനായതുകൊണ്ടാണ്. അതിനോട് ബന്ധപ്പെട്ട് വരുന്ന വചനമാണേ. അതായത് 127 ഒന്നെടുത്ത് സങ്കീർത്തനം. കർത്താവ് വീട് പണിയുന്നില്ല, കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. അതാണ് നിങ്ങളുടെ മുഴുവനും, നിങ്ങൾ വെള്ളം അടിക്കണതും ആത്മഹത്യ ചെയ്യാൻ പോണതും പണിക്കാരുടെ പണി കിട്ടിയതെന്നല്ലേ. അവൻ ചതിച്ചു, ഇവൻ ചതിച്ചു, അവൻ വിസ തരാമെന്ന് പറഞ്ഞിട്ട് അവൻ തന്നില്ല, 8 ലക്ഷം പോയി, ഓൺലൈനിൽ ഞാൻ ഗാമ്പിൾ ചെയ്തു, കാശ് പോയി. ഇങ്ങനെ പണിക്കാർ നിങ്ങൾ ചതിക്കുമല്ലോ, അതിനകത്ത് സംശയമില്ല കാര്യങ്ങളില്ലേ. അപ്പം പണിക്കാരെപ്പോഴും പണി തരുമെന്നുള്ള ഉറപ്പാണ്. അപ്പം എന്താ സങ്കീർത്തനം എന്താ പറയണത്, 127 പറഞ്ഞത് കർത്താവാണ് ഭവനം പണിയണത്. ഇപ്പം പണിക്കാർ ചതിക്കുന്നതിൻ്റെ കാര്യം എന്താണ്, കർത്താവാണ് ഭവനം പണിയേണ്ടതെന്ന് നിന്നെ ബോധ്യപ്പെടുത്തിയിരിക്കണം കർത്താവ്. അവിടെ നീ ആശ്രയിച്ചേക്കണം. 2 വചനം ഒന്നാണ് കേട്ടോ. അതായത് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ഭവനത്തിന് മൂലക്കല്ലാകണതും, അഥവാ അത് സങ്കീർത്തനം 118:22 കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ പണി വ്യർത്ഥമാണെന്നും. അപ്പം ഈ പണി വ്യർത്ഥമാകുന്ന, പണിക്കാർ പണിഞ്ഞാലും നമ്മളെ സഹായിച്ചാലും അത് വ്യർത്ഥമാണ്. എന്താ കാര്യം, കർത്താവ് ഭവനം പണിയണം. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞാലും കുഴപ്പമില്ല. കാര്യം എന്താണ്, കർത്താവ് അതിനെ മൂലക്കല്ലാക്കും. അപ്പം കർത്താവ് തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ഫോക്കൽ പോയിന്റ്. അപ്പം കർത്താവിൻ്റെ ഫോക്കൽ പോയിന്റ് ആയിട്ട് അങ്ങോട്ട് ജീവിതം റീഅറേഞ്ച് ചെയ്താണല്ലോ, അടിപൊളിയായിരിക്കും. താങ്ക് യു. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും